നിയമ പഠന രംഗത്ത് ഒരു മുതൽക്കൂട്ടാണ് ഈ വിധി. ഇത്രയധികം താളപ്പഴകളും പാകപ്പഴകളും വന്നിട്ടുള്ള ഒരു ക്രിമിനൽ വിധി ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. കൃത്രിമമായി ഉണ്ടാക്കിയ കേസ്, കളവായി ഉണ്ടാക്കിയ തെളിവ്, തെറ്റായി എഴുതിയ വിധി, കോട്ടയം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതും കന്യാസ്ത്രീകൾ നടത്തുന്നതുമായ ലേഡീസ് ഹോസ്റ്റലിൽ അന്തേവാസിയായിരുന്ന സിസ്റ്റർ അഭയ, 21 വയസ്സ്. സിസ്റ്റർ അഭയയുടെ മൃതദേഹം 1992 മാർച്ച് മാസം 27-ാം തീയതി പുലർച്ചെ 5 മണിക്ക് ശേഷം ഹോസ്റ്റലിനോട് തൊട്ടുരുമി നിൽക്കുന്ന കിണറ്റിൽ കാണപ്പെട്ടു. CBIയുടെ അവസാന അന്വേഷണ ടീം ഇതൊരു കൊലപാതകമാണെന്നും കൊലപാതകം നടത്തിയത് 1-ാം പ്രതി വൈദികനും 3-ാം പ്രതി കന്യാസ്ത്രീയും ചേർന്നാണെന്നും കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്തതിനെ തുടർന്ന് CBI സ്പെഷ്യൽ കോടതി അവരെ വിചാരണ ചെയ്ത് അവർ കൊലപാതകം നടത്തിയതായി തെളിഞ്ഞു എന്ന് കണ്ട് അവരെ കുറ്റക്കാരായി പ്രഖ്യാപിച്ച് 2 പേരെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഇപ്പോൾ ക്രിസ്മസിൻ്റെ തലേ ദിവസം അവരെ 2 പേരെയും തുറുങ്കലിൻ്റെ അന്ധകാരത്തിലേക്ക് അവരെ പറഞ്ഞയച്ചു കോടതി. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വിധിയുടെ വിശകലനം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കുന്നില്ല. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഈ വിധി വളരെ നല്ല ഒരു വിധിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിയമ പഠന രംഗത്ത് ഒരു മുതൽക്കൂട്ടാണ് ഈ വിധി. നിയമം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും നമ്മുടെ ജൂനിയർ അഭിഭാഷകർക്കും തുടക്കക്കാരായ നമ്മുടെ ന്യായാധിപന്മാർക്കും അവരെ പരിശീലിപ്പിക്കുന്നവർക്കും യഥാർത്ഥത്തിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വിധിയാണിത്. നമുക്കറിയാം, അസാധാരണമായ ഒരു രോഗം വന്ന് മരിക്കുമ്പോഴോ അല്ലെങ്കിൽ സാധാരണ ഒരു രോഗം വന്ന് അസാധാരണമായ രീതിയിൽ ഉള്ള ഒരു രോഗം വന്ന് മരിക്കുമ്പോഴോ അവരുടെ ശരീരഭാഗങ്ങൾ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനായി എടുത്തു വയ്ക്കാറുണ്ട്. അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം. അവർക്ക് പഠിക്കുന്നതിനത് ഉപകരിക്കും. മേലിൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാതിരിക്കുന്നതിന് ജനങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കും, ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ സാധിക്കും, കരുതലെടുക്കാൻ സാധിക്കും. അതേ ഗുണമാണ് ഈ വിധിക്ക് ഇവിടെയുള്ളത്. ഇത്രയധികം താളപ്പഴകളും പാകപ്പഴകളും വന്നിട്ടുള്ള ഒരു ക്രിമിനൽ വിധി ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഒരു ക്രിമിനൽ വിധിയിൽ എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാകാമെന്ന് ഈ പറഞ്ഞ വിദ്യാർത്ഥികളെയും അഭിഭാഷകരെയും ന്യായാധിപന്മാരെയും പഠിപ്പിക്കുന്നതിന് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു വിധിയാണിത്. അതുകൊണ്ടാണിത് വളരെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞത്. നമുക്കറിയാം, ഇത് സംബന്ധിച്ച് വളരെയധികം പ്രതികരണമുണ്ടായി. ഏറ്റവും അധികം പ്രതികരണം ഈ വിധിക്ക് അനുകൂലമായിരുന്നു. ഈ വിധി കേരളത്തിലെ പൊതുസമൂഹം 2 കൈകളും നീട്ടി സ്വാഗതം ചെയ്തുവെന്നാണ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വളരെ ചുരുക്കം ചിലർ ഈ വിധിയെ വിമർശിച്ചു. അങ്ങനെ വിമർശിച്ചവരിൽ ഭൂരിഭാഗവും അക്രൈസ്തവരാണ്. അവർ അവരുടേതായ മണ്ഡലങ്ങളിൽ വൈദഗ്ധ്യമുണ്ടായിരുന്നവരാണ്. ഉദാഹരണത്തിന് ഫോറൻസിക് വിദഗ്ധനായ ഡോക്ടർ കൃഷ്ണൻ ബാലചന്ദ്രൻ, അവരൊക്കെ അവരുടേതായ മണ്ഡലങ്ങളിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ളവരാണ്.
അവർ ഈ വിധിയിൽ പോരായ്മകളുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വളരെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമായിരുന്നു അവർ. അപ്പോൾ അഭിപ്രായം പറഞ്ഞവരിൽ ഭൂരിഭാഗവും സത്യത്തിൽ ഒരു വിധി എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വിധി എന്ന് പറയുമ്പോൾ ക്രിമിനൽ കേസിൽ പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്. അതിൻ്റെ ആദ്യ ഭാഗത്ത് കോടതിയിൽ കേസ് വന്നതുവരെയുള്ളതും വിചാരണ തുടങ്ങിയതുവരെയുള്ള നടപടിക്രമങ്ങൾ പറയും. അതിൻ്റെ അവസാന ഭാഗത്ത് അതിനെ നമ്മൾ ഉത്തരവെന്ന് പറയും. അവിടെ പ്രതികൾ കുറ്റക്കാരാണോ അല്ലെങ്കിൽ കുറ്റക്കാരല്ലയോ എന്ന് കോടതി പ്രഖ്യാപിക്കും. കുറ്റക്കാരാണെങ്കിൽ ശിക്ഷ വിധിക്കുന്നതിനും കുറ്റക്കാരല്ലെങ്കിൽ വെറുതെ വിടുന്നതിനും ഉത്തരവിറക്കുന്നു. അതാണ് ഉത്തരവിൻ്റെ ഭാഗം, അവസാന ഭാഗം. ഈ നടുഭാഗത്താണ് ഉത്തരവിന് അടിസ്ഥാനമായിട്ടുള്ള വസ്തുതകളും കാരണങ്ങളും പറയുന്നത് അല്ലെങ്കിൽ പറയേണ്ടത്. ഒരു വിധിന്യായം മാത്രം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത് ഏകപക്ഷീയമാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ ഏകപക്ഷീയമായ ഒരു വിധി വായിച്ചിട്ട് അഭിപ്രായം പറയുന്നത് വിധിയുടെ വിശകലനമല്ല. വിധിയുടെ വിശകലനം എന്ന് പറയുന്നത് വിധിക്ക് അടിസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ വിധിന്യായത്തിന് കാരണമായിട്ടുള്ള സാക്ഷികളുടെ മൊഴിയും രേഖകളും പരിശോധിച്ചതിന് ശേഷമായിരിക്കണം വിലയിരുത്തൽ. എങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ വിധിയുടെ വിലയിരുത്തലാവുകയുള്ളൂ. അതല്ലാത്തതെല്ലാം വെറും അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണ്. അപ്പോൾ നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് ഈ വിധിന്യായം യഥാർത്ഥത്തിൽ കോടതിയിൽ ലഭ്യമായിട്ടുള്ള സാക്ഷികളുടെ മൊഴിയുടെയും രേഖകളുടെയും ബലത്തിലാണോ എന്നാണ്. അതിൻ്റെ അകത്തെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കറിയാം, ഞാൻ പറഞ്ഞു, ഒരു വിധിയിലെ ഉത്തരവിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിലെ വിധിന്യായമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണങ്ങളാണത്. കേസിലെ വിചാരണയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു വിധിക്ക് അല്ലെങ്കിൽ ഒരു കേസിന് 2 ഭാഗങ്ങളുണ്ട്. വിചാരണയുമുണ്ട്, അതിൻ്റെ അകത്തെ അവസാനം വിധിയുമുണ്ട്. അപ്പോൾ വിചാരണയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കുറ്റപത്രമാണ്. ഈ കുറ്റപത്രം എന്ന് പറയുന്നത് പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടല്ല. പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടിനെ ഫൈനൽ റിപ്പോർട്ട് എന്ന് പറയുന്നു സാധാരണഗതിയിൽ. കുറ്റപത്രം എന്ന് പറയുന്നത് കോടതി എഴുതിയുണ്ടാക്കി പ്രതികളെ വായിച്ച് കേൾപ്പിച്ച് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഉത്തരം രേഖപ്പെടുത്തുന്ന ഒന്നാണ് കുറ്റപത്രം. കുറ്റപത്രത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രതികൾക്കെതിരെയുള്ള ആരോപണമെന്നും എന്താണ് തെളിയിക്കാൻ പോകുന്നതെന്നും പ്രതികൾക്കുള്ള ഒരു നോട്ടീസാണത്. അപ്പോൾ വിചാരണ നടക്കുന്നത് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ ആയിരിക്കണം. അതാണ് ഈ കുറ്റപത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ജഡ്ജ്മെൻറ്റിൽ ആദ്യ ഭാഗത്ത് ഈ കുറ്റപത്രത്തിൻ്റെ ഉള്ളടക്കം പറയണം. ഈ ഉള്ളടക്കം ഈ വിധിയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ വിധി വായിക്കുന്ന ഒരാൾക്ക് കോടതി ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾക്കാണോ ഇവരെ വിചാരണ ചെയ്തതെന്നും ഇവരെ ശിക്ഷിച്ചതെന്നും അറിയാൻ സാധിക്കുകയില്ല. അഭയ കേസിലെ വിധിന്യായം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കുറ്റപത്രത്തെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. കുറ്റപത്രം ഇവരുടെ പേരിൽ ഉന്നയിച്ചിട്ടുള്ള കുറ്റം എന്താണെന്ന് കോടതി ഉണ്ടാക്കിയ കുറ്റപത്രം, വായിച്ചു കേൾപ്പിച്ച കുറ്റപത്രം എന്താണെന്ന് അഭയ കേസിലെ വിധിയിൽ പറയുന്നില്ല. ഒന്നാമത്തെ വീഴ്ച അതാണത്. അപ്പോൾ ഇത് വായിക്കുന്ന ഒരാൾക്ക് യഥാർത്ഥത്തിൽ കോടതി നടത്തിയ ആരോപണം നടത്തിയ കുറ്റങ്ങൾക്കാണോ ഇവരെ വിചാരണ ചെയ്തതെന്നും ശിക്ഷിച്ചതെന്നും അറിയാൻ യാതൊരു മാർഗവുമില്ല. നമുക്ക് പക്ഷേ ഒരു കാര്യം നിസ്തർക്കമാണ്. ഒരു കുറ്റപത്രം കോടതി എഴുതിയുണ്ടാക്കി 2019 ഓഗസ്റ്റ് മാസം 5 തീയതി കോടതി ഒരു കുറ്റപത്രം എഴുതിയുണ്ടാക്കി. ആ കുറ്റപത്രം പ്രതികളെ വായിച്ചു കേൾപ്പിച്ചു.
അവർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് രേഖപ്പെടുത്തിയതിന് ശേഷമാണ് വിചാരണ നടത്തിയത്. അപ്പോൾ കുറ്റപത്രം ഇല്ലാഞ്ഞിട്ടല്ല, കുറ്റപത്രമുണ്ട്. അത് എഴുതാൻ അതിൻ്റെ ഉള്ളടക്കം വിധിയിൽ എഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കുക, എന്താണ് ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന്. നമ്മൾ കുറ്റപത്രത്തിൽ കുറ്റം എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞു. അതുകൂടാതെ ഈ കുറ്റപത്രത്തിന് അടിസ്ഥാനമാക്കിയിട്ടുള്ള സംഭവം എവിടെ വെച്ചാണ് നടന്നതെന്ന് പറയണമെന്നുണ്ട്. നമ്മൾ ക്രിമിനൽ നടപടി നിയമം 211 212 വകുപ്പുകളിലാണ് ഷാർജിൽ കുറ്റപത്രത്തിൽ എന്തെല്ലാം പറയണമെന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് സ്ഥലവും തീയതിയും സമയവും കൃത്യമായിട്ടും പറഞ്ഞിരിക്കണമെന്നുണ്ട്. എന്നാൽ അഭയ കേസിലെ കോടതിയുടെ കുറ്റപത്രത്തിൽ ഈ സംഭവം എവിടെ വെച്ച് നടന്നു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആദ്യത്തേത് കുറ്റപത്രം എന്താണെന്ന് വിധിയിൽ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത് കുറ്റപത്രത്തിൽ സംഭവം എവിടെ നടന്നു എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ഈ പ്രതികളുടെ പേരിൽ കോടതി വായിച്ചു കേൾപ്പിച്ച കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളതെന്നാണ്. 3 ആരോപണങ്ങളാണ് പ്രതികളുടെ പേരിൽ ഉന്നയിച്ചിട്ടുള്ളത് കുറ്റപത്രത്തിൽ. ഒന്നാം പ്രതി വൈദികൻ, 3-ാം പ്രതി കന്യാസ്ത്രീയുടെ സഹായത്തോടു കൂടി അവിടെ അതിക്രമിച്ച് കയറി എന്നുള്ളതാണ്. അത് പോകട്ടെ, അത് നിസ്സാരമായിട്ടുള്ളൊരു കുറ്റമാണത്. രണ്ടാമത്തെ കുറ്റം എന്ന് പറയുന്നത് നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ഈ പ്രതികൾ സിസ്റ്റർ അഭയെ പരിക്കേൽപ്പിച്ച് IPC 302 വകുപ്പ് അനുസരിച്ചുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണത്. ഞാൻ പറഞ്ഞതിൽ വിട്ടുപോയ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതൊരു കൊലപാതക കേസാണത്. ഈ കുറ്റപത്രത്തിൽ ഒരിടത്തും സിസ്റ്റർ അഭയെ കൊല ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. സിസ്റ്റർ അഭയെ കൊല ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. സിസ്റ്റർ അഭയെ പരിക്കേൽപ്പിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പ്രതികൾ. പരിക്കേൽപ്പിച്ചാൽ 302 IPCയുടെ 302 വകുപ്പ് എങ്ങനെ ബാധകമാകും? അതുമാത്രമല്ല, ഒരു കുറ്റത്തിനൊരു പേര്, കുറ്റം പറയുന്ന നിയമം പറയുന്നുണ്ടെങ്കിൽ ആ പേരിൽ വേണം കുറ്റം വായിച്ചു കേൾപ്പിക്കാൻ. ഇവിടെ 302 വകുപ്പെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കൊലപാതകം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടില്ലത്. അപ്പോൾ ഈ കുറ്റപത്രത്തിൻ്റെ പോരായ്മ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രതികളുടെ പേരിലുള്ള ആരോപണം എന്താണ്? കുറ്റപത്രത്തിൽ വായിച്ചു കേൾപ്പിച്ചത് എന്താണ്? പ്രതികളെ സിസ്റ്റർ അഭയെ പരിക്കേൽപ്പിച്ചു എന്ന് മാത്രമാണ് അത്. പ്രതികൾ സിസ്റ്റർ അഭയെ കൊല ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. വീണ്ടും നമ്മളവിടെ ഒരു വീഴ്ച കാണുകയാണത്. ഇനി നമ്മൾ 3-ാമത്തെ ആരോപണത്തിലേക്ക് വരിക. 3-ാമത്തെ കുറ്റപത്രത്തിൽ പറയുന്ന ആരോപണം എന്ന് പറയുന്നത് സിസ്റ്റർ അഭയെ, മരിച്ചുപോയ സിസ്റ്റർ അഭയെ, ഡിസീസ്ഡ് സിസ്റ്റർ അഭയ, മരിച്ചുപോയ സിസ്റ്റർ അഭയെ കൊലപാതകത്തിനുള്ള തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി മൃതദേഹം പ്രതികൾ ചേർന്ന് കിണറ്റിലിട്ടു എന്നാണ്. അപ്പോൾ എന്തായി? കൊലപാതകം മറച്ചു വെക്കുന്നതിന് വേണ്ടി, പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഇവർ മരിച്ചുപോയ സിസ്റ്റർ അഭയയുടെ മൃതദേഹം കിണറ്റിലിട്ടു എന്ന്. എന്നാൽ CBI എന്താണ് തെളിവ് കൊടുത്തത്? CBI തെളിവ് കൊടുത്തത് സിസ്റ്റർ അഭയെ പ്രതികൾ കൈക്കാടാലി പോലെയുള്ള എന്തോ ഒരു സാധനം കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച് അതുവഴി സിസ്റ്റർ അഭയ ബോധം കെട്ട് വീണപ്പോൾ സിസ്റ്റർ അഭയ ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തുന്നതിന് വേണ്ടി സിസ്റ്റർ അഭയെ കിണറ്റിലിട്ടു എന്നാണത്. അപ്പോൾ കുറ്റപത്രത്തിൽ പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണത്? കുറ്റപത്രത്തിൽ പറയുന്നത് മരിച്ചുപോയ സിസ്റ്റർ അഭയയുടെ മൃതദേഹം കിണറ്റിലിട്ടു എന്നാണത്. CBI തെളിവ് കൊടുത്തത് എന്താണത്? മരിക്കുന്നതിന് മുമ്പ് സിസ്റ്റർ അഭയെ ബോധം കെട്ടപ്പോൾ ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി സിസ്റ്റർ അഭയയുടെ മൃതദേഹം കിണറ്റിലിട്ടു എന്നാണത്. എങ്ങനെ പൊരുത്തപ്പെട്ടു പോകും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ബഹുമാനീയനായ പ്രോസിക്യൂട്ടറാണ്, CBI പ്രോസിക്യൂട്ടറാണ് ഈ കേസ് CBIക്ക് വേണ്ടി എടുത്തത്. അദ്ദേഹം ഈ കുറ്റപത്രം ഒന്ന് വായിക്കുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ വിചാരണയ്ക്ക് മുമ്പ് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കുമായിരുന്നു. കുറ്റാരോപണമെന്ന്
തെളിവ് കൊടുത്തത് വേറൊന്ന്, ആ തെളിവിനനുസരിച്ചാണ് യഥാർത്ഥത്തിൽ പ്രതികളെ ശിക്ഷിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ കുറ്റപത്രത്തിലെ ആരോപണം അനുസരിച്ചല്ല ഇതിലെ പ്രതികളെ ശിക്ഷിച്ചിട്ടുള്ളത്. കുറ്റപത്രത്തിന് വിരുദ്ധമായ രീതിയിൽ വിചാരണ ചെയ്യുകയും ആ വിചാരണ തെളിവിൽ സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ ശിക്ഷിക്കുകയുമാണ് അഭയ കേസിൽ ചെയ്തിരിക്കുന്നത്. ഇതാ ജഡ്ജ്മെന്റ് ഇവിടെയുണ്ട്, മൊഴികൾ മുഴുവൻ ഇവിടെയുണ്ട്, രേഖകൾ മുഴുവൻ ഇവിടെയുണ്ട്. ആർക്ക് വേണം പരിശോധിക്കാം. കുറ്റപത്രത്തിന്റെ കോപ്പിയും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം വിചാരിക്കുക, ഇത്രയും പാകപ്പിഴകൾ തുടക്കത്തിലേ ഞാൻ പറഞ്ഞു. ഇതിൻ്റെ അകത്തെ കുറ്റപത്രത്തിൻ്റെ ഉള്ളടക്കം ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുക, ഒന്നാമത്തെ സങ്കല്പം. രണ്ട്, കുറ്റപത്രത്തിൽ കൊലപാതകമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് സങ്കല്പിക്കുക. മൂന്നാമത്തത്, പ്രതികളാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് നമ്മൾ സങ്കല്പിക്കുക, എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുക. നാലാമതായിട്ട്, നമ്മൾ പ്രതികൾ സിസ്റ്റർ അഭയെ പരിക്കേൽപ്പിച്ചപ്പോൾ സിസ്റ്റർ അഭയ ബോധം കെട്ട് വീണെന്നും ആത്മഹത്യ എന്ന് വരുത്തുന്നതിന് വേണ്ടിയും പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയും തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി സിസ്റ്റർ അഭയെ ജീവനോടുകൂടി ബോധക്ഷയം വന്നു കഴിഞ്ഞപ്പോൾ കിണറ്റിലിട്ടു എന്നാണ് പ്രോസിക്യൂഷൻ കേസ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം, ഒരു വിധിന്യായത്തിൽ എന്തെല്ലാമാണ് തീരുമാനം എടുക്കേണ്ടത്, എന്തെല്ലാം വസ്തുതകളിലാണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് ജഡ്ജ്മെന്റിൽ വ്യക്തമായിട്ട് പറയണം. അതിനെ നമ്മൾ പോയിന്റ്സ് ഫോർ ഡിറ്റർമിനേഷൻ എന്ന് പറയും. ഈ കേസിൽ പോയിന്റ്സ് ഫോർ ഡിറ്റർമിനേഷനിൽ യഥാർത്ഥത്തിൽ സിസ്റ്റർ അഭയയുടെ മരണം ഒരു കൊലപാതകമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതാണല്ലോ പ്രോസിക്യൂഷൻ ആദ്യമായിട്ട് തെളിയിക്കേണ്ടത്. രണ്ടാമത് മാത്രം ആരാണ് കൊലപാതകം നടത്തിയെന്ന് തെളിയിക്കേണ്ടതുള്ളൂ. അപ്പോൾ കൊലപാതകമാണെന്ന് തെളിയിച്ചില്ലെങ്കിൽ ആരാണ് കൊലപാതകം നടത്തിയെന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അപ്പോൾ കോടതി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ പോയിന്റ്സ് ഫോർ ഡിറ്റർമിനേഷൻ പ്രധാനമായിട്ടുണ്ടായിരിക്കേണ്ട ഒരു ചോദ്യം, ഇത് സിസ്റ്റർ അഭയയുടെ മരണം കൊലപാതകമാണോ, ഹോമിസൈഡ് ആണോ എന്നാണ്. നിങ്ങൾ വായിച്ചു നോക്കുക, അങ്ങനെ ഒരു പോയിന്റ് ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടില്ല. ഒന്നാം ചോദ്യത്തിൽ 6 ഉപചോദ്യങ്ങളാണുള്ളത്. 6ാമത്തെ ഉപചോദ്യം എന്ന് പറയുന്നത് സിസ്റ്റർ അഭയയുടെ മരണത്തെ സംബന്ധിച്ചാണത്. അതിൻ്റെ അകത്ത് വികലമായ രീതിയിൽ സിസ്റ്റർ അഭയയുടെ മരണം കൊലപാതകമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ പോയിന്റ്സിൽ വികലമായ രീതിയിലാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ടോ ഇത് കൊലപാതകമാണെന്ന് നമ്മുടെ ജഡ്ജി അല്ലെങ്കിൽ ഈ വിധിന്യായത്തിൽ എഴുതിയിട്ടുള്ളത്. ഈ വിധിന്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഒരൊറ്റ വാക്യമാണത്. സിസ്റ്റർ അഭയയുടെ മരണം കൊലപാതകമാണോ എന്നുള്ളതിൻ്റെ ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഒറ്റ വാക്യത്തിലാണത്. ഒന്നാം ചോദ്യത്തിൽ 1 മുതൽ 5 വരെയുള്ള ഉപചോദ്യങ്ങൾക്ക് ഉത്തരമായി ഞാൻ കണ്ടിട്ടുള്ള കണ്ടെത്തലുകളുടെ വെളിച്ചത്തിൽ ഇത് ഒരു കൊലപാതകമാണെന്ന് തെളിയിച്ചിരിക്കുന്നു എന്നാണ് വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ 1 ചോദ്യത്തിൽ 1 മുതൽ 5 വരെയുള്ള ഉപചോദ്യങ്ങൾ എന്താണ് പറയുന്നത്? യഥാർത്ഥത്തിൽ ഇവയൊന്നും സിസ്റ്റർ അഭയയുടെ മരണം കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒരു ചോദ്യവുമില്ല. സിസ്റ്റർ അഭയയ്ക്ക് പരിക്ക് പറ്റിയിരുന്നോ, സിസ്റ്റർ അഭയയ്ക്ക് മാനസികാസ്വസ്ഥത ഉണ്ടായിരുന്നോ, ഇതെല്ലാമാണ് ഇതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത്. പരിക്കിൻ്റെ സ്വഭാവം എന്താണ്, ഇതെല്ലാമാണെന്ന്. അപ്പോൾ 1 മുതൽ 5 വരെയുള്ള ഉപചോദ്യങ്ങൾ കൊലപാതകവുമായി ബന്ധപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എവിടെയാണ് ഒന്നാം ചോദ്യത്തിൽ 6ാം ഉപചോദ്യത്തിൽ ഇദ്ദേഹം പറയുന്ന ഈ വിധിന്യായത്തിൽ പറയുന്ന രീതിയിലുള്ള കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത്? ആ കണ്ടെത്തലിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഒരു തെളിവും ഇതിൻ്റെ അകത്ത് ഈ വിധിന്യായത്തിൽ കൊലപാതകമാണെന്നുള്ളത്, സിസ്റ്റർ അഭയയുടെ മരണം കൊലപാതകമാണെന്നുള്ളതിന് ഒരു തെളിവ് പോലും മുന്നിട്ട് വെച്ചിട്ടില്ലത്. അപ്പോൾ അവിടെയും നമ്മൾ സങ്കല്പിക്കുക അങ്ങനെ വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിനുശേഷം നമുക്കിനി മുന്നോട്ട് പോകാം. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഇത് കൊലപാതകമാണെന്നുള്ളതിന് എന്താണ് തെളിവുള്ളതെന്ന് നമ്മൾ നോക്കുക. സിസ്റ്റർ അഭയ മരിക്കുന്നതിന് മുമ്പ് സിസ്റ്റർ അഭയയുടെ ദേഹത്ത് 6 പരിക്കുകളുണ്ടെന്ന് സിസ്റ്റർ അഭയയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിശോധിച്ച ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ്
കോടതിയിൽ അക്കമിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. ഈ 6 പരിക്കുകൾ എന്ന് പറയുന്നത് എല്ലാം ശരീരത്തിൻ്റെ പുറഭാഗത്തായിരുന്നു, പുറകു ഭാഗത്താണത്. അതിൽ 2 എണ്ണം ലാസറേറ്റഡ് ഇഞ്ചുറി അല്ലെങ്കിൽ കീറി മുറിഞ്ഞിട്ടുള്ള മുറിവുകളാണ്. അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നിസാരമാണത്. 3 പരിക്കുകൾ എന്ന് പറയുന്നത് വെറും ഉരവുകളാണത്, ഉരഞ്ഞ പാടുകളാണുള്ളത്. 6ാമതായിട്ട് പറയുന്ന 6 എണ്ണത്തിൽ 6ാമതായിട്ട് പറയുന്ന പരിക്ക് തലയുടെ നടുഭാഗത്ത് പുറകിൽ ഒരു ചതവ് കണ്ടു എന്നാണ്. ഈ 6 പരിക്കുകളും നിസ്സാരവും സിമ്പിൾ ആൻഡ് മൈനർ എന്നാണ് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ CBI തെളിയിക്കാൻ ശ്രമിച്ചത് മുഴുവൻ അങ്ങനെയല്ല. ഇത് തലക്കേറ്റ ക്ഷതം കൊണ്ടാണ് സിസ്റ്റർ അഭയയുടെ ബ്രെയിനുള്ളിൽ രക്തം പകർന്നുവെന്നും അങ്ങനെ സിസ്റ്റർ അഭയ ബോധം കെട്ട് വീണെന്നും അതുവഴി വെള്ളത്തിലിട്ടപ്പോൾ സിസ്റ്റർ അഭയ വെള്ളം കുടിച്ച് ഇത് 2ൻ്റെയും ഇഫക്റ്റ് മൂലം മരിച്ചുവെന്നാണ് CBI തെളിയിക്കാൻ കോടതിയിൽ ശ്രമിച്ചത്. നമുക്ക് നോക്കാം ഇനി എന്താണ് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നതെന്ന്. ഡോക്ടർ രാധാകൃഷ്ണൻ കൃത്യമായിട്ടും മൊഴിയിലും അതിന് അടിസ്ഥാനമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിലും പറഞ്ഞ് ഈ 6 മുറിവുകൾ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ 6 മുറിവുകളും മൈനർ ആൻഡ് സിമ്പിൾ ആണെന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ വിധിന്യായത്തിൽ പറയുന്നു 7ാമതായിട്ടൊരു മുറിവുകൾ ഉണ്ടായിരുന്നു. ആ 7ാമതായിട്ട് മുറിവെന്ന് പറയുന്നത് സിസ്റ്റർ അഭയയുടെ കഴുത്തിന് ഇരുവശത്തുമായി നഖക്ഷതമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആരോ സിസ്റ്റർ അഭയയുടെ കഴുത്തിൽ ഞെക്കിപ്പിടിച്ചു എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. ആരാണിത് തെളിയിച്ചത്? ഇത് മൊഴി പറഞ്ഞത് 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഫോട്ടോഗ്രാഫറാണിത്. ഈ ഫോട്ടോഗ്രാഫർക്ക് അഭിപ്രായം പറയുന്നതിന് നിയമം അനുവദിക്കുന്നില്ല. ഇന്ത്യൻ തെളിവ് നിയമം 45-ാം വകുപ്പ് അനുസരിച്ച് ഒരു വിദഗ്ധന് മാത്രമേ അഭിപ്രായം പറയാൻ അനുവാദമുള്ളൂ, കോടതിക്ക് സ്വീകരിക്കാനും സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ ഫോട്ടോഗ്രാഫറാണ് ഈ 2 പാടുകൾ കണ്ടെന്നും ഈ 2 പാടുകൾ നഖക്ഷതമാണെന്നും പറഞ്ഞിരിക്കുന്നത്. ഇയാൾക്ക് എന്ത് വൈദഗ്ധ്യമാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്? ഡോക്ടർ രാധാകൃഷ്ണനോട് കൃത്യമായി ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒരു നഖക്ഷതം ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഡോക്ടറുടെ അഭിപ്രായം അവഗണിച്ചുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫറുടെ അഭിപ്രായമാണ് കോടതി സ്വീകരിച്ചിട്ടുള്ളത്. അടിസ്ഥാനപരമായിട്ടും നിയമപരമായിട്ടും അത് തെറ്റ് തന്നെയാണത്. അപ്പോൾ 6 പരിക്കുകൾ മാത്രമേ കണ്ടു എന്ന് കൃത്യമായ തെളിവിൽ പറഞ്ഞിട്ട് ഉണ്ടെങ്കിലും കോടതി ഈ നഖക്ഷതമുണ്ടായിരുന്നുവെന്ന് കണ്ടിരിക്കുന്നു. ഏത് കണ്ടെത്തലുകളും ഒരു ജഡ്ജിയുടെ മനസ്സിനെ സ്വാധീനിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അദ്ദേഹം അങ്ങനെ കണ്ടു. ഇനി നമുക്ക് നോക്കാം. കൃത്യമായിട്ടും ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞ് ഈ 6 മുറിവുകളല്ലാതെ വേറൊന്നും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ക്രോസ് വിസ്താരത്തിൽ അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റി എന്ന് വേണം കരുതാനായിട്ട്. ഇറ്റ്സ് എ സ്ലിപ്പ് ഓഫ് ദ ടങ്. അദ്ദേഹം പറഞ്ഞു തലയോട്ടിക്ക് പരുക്ക് പറ്റി, തലയോട്ടി പൊട്ടിയിട്ടുണ്ടെന്ന്. നോക്കുക, ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു ഞാൻ 6 പരിക്കുകളെ കണ്ടുള്ളൂ, ആ 6 പരിക്കുകൾ നിസ്സാരവും സിമ്പിൾ ആൻഡ് മൈനർ ആണെന്ന് പറഞ്ഞതിന് ശേഷം ക്രോസ് വിസ്താരത്തിൽ അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റി. അദ്ദേഹം പറഞ്ഞു തലയുടെ സ്കള്ളിന് പൊട്ടലുണ്ടായിരുന്നുവെന്ന്. ഇത് അദ്ദേഹത്തിൻ്റെ മൊഴിക്കും പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിനും വിരുദ്ധമാണത്. കൃത്യമായിട്ടും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്കെൽറ്റൽ സിസ്റ്റം സ്കള്ള് ഇൻടാക്റ്റ് ആയിരുന്നുവെന്ന്. പിന്നെ എവിടുന്ന് ഡോക്ടർക്ക് ഇത് കിട്ടി? അതൊരു സ്ലിപ്പ് ഓഫ് ദ ടങ് ആണത്. പക്ഷേ ഇതൊന്നും വിധിന്യായത്തിൽ പരിഗണിക്കാതെ സിസ്റ്റർ അഭയയുടെ തലയോട്ടിക്ക് പൊട്ടലുണ്ടായിരുന്നുവെന്ന് കൃത്യമായി വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിലൊരു തെറ്റ് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി എന്താണ് യഥാർത്ഥത്തിൽ CBI തെളിയിക്കാൻ ശ്രമിച്ചതെന്ന് നമുക്ക് നോക്കാം. മുൻപ് പറഞ്ഞതുപോലെ തന്നെ CBIയുടെ ശ്രമം മുഴുവനും സിസ്റ്റർ അഭയെ കൈക്കോടാലി കൊണ്ടുള്ള എന്തോ ഒരു സാധനം കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചപ്പോൾ സിസ്റ്റർ അഭയെ ബോധം കെട്ട് വീണെന്നും ആ ബോധം കെട്ട് വീണപ്പോൾ സിസ്റ്റർ അഭയ ആത്മഹത്യ ചെയ്യാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി സിസ്റ്റർ അഭയെ ജീവനോടുകൂടി വെള്ളത്തിലിട്ടുവെന്നും അങ്ങനെ സിസ്റ്റർ അഭയ വെള്ളം കുടിച്ചും തലച്ചോറിലുണ്ടായ രക്തസ്രാവം മൂലവും ഇതിൻ്റെ 2ൻ്റെയും കമ്പൈൻഡ് ഇഫക്റ്റ് മൂലം മരിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ CBI തെളിയിക്കാനായിട്ട് ശ്രമിച്ചത്. ഡോക്ടർ രാധാകൃഷ്ണനോട് ഇത് സംബന്ധിച്ച് വീണ്ടും ചോദിച്ചപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ കൃത്യമായിട്ട് പറഞ്ഞ് ഇത് വെള്ളം കുടിച്ച് മാത്രം മരിച്ചതാണെന്ന് കൃത്യമായിട്ട് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞ് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ CBIയുടെ ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ ഇദ്ദേഹത്തെ നിരന്തരമായിട്ട് ഈ ചോദ്യം പിന്നെയും ചോദിച്ച്
അദ്ദേഹം സാക്ഷിക്കൂടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി രക്ഷപ്പെട്ടാൽ മതി എന്ന് കരുതി അദ്ദേഹം അവസാനം പറഞ്ഞു അങ്ങനെയുമാകാം. അങ്ങനെ ഡോക്ടർ രാധാകൃഷ്ണൻ പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ ആകാം പോലെയും ആകാം എന്ന് പറഞ്ഞതിന് ശേഷം സാക്ഷിക്കൂടിൽ നിന്ന് രക്ഷപ്പെടുകയുണ്ടായത്. അങ്ങനെയും ആകാം എന്ന് പറഞ്ഞാൽ അത് തെളിവാണോ? അങ്ങനെയും ആകാമെന്ന് പറഞ്ഞാൽ അത് തെളിവല്ലത്, അതൊരു സാധ്യത മാത്രമാണത്. ഒരു പ്രോസിക്യൂട്ടറോ ഒരു ക്രോസ് വിസ്താരം നടത്തുന്ന അഭിഭാഷകനോ നടത്തുന്ന സജഷൻസ് കേസിൽ തെളിവല്ല, അത് തെളിവല്ലത്. പക്ഷേ ഇവിടെ അത് തെളിവായിട്ട് സ്വീകരിക്കപ്പെട്ടു. അപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് വെള്ളം കുടിച്ച് മാത്രം മരിച്ചതാണ് എന്ന്. ഇനി നമുക്ക് ഡോക്ടർ രാധാകൃഷ്ണൻ്റേതല്ലാതെ ഒരു അഭിപ്രായവും ഈ കേസിൽ വന്നിട്ടുണ്ട്. ആ കേസിൽ വന്നിരിക്കുന്നത് PW 31 സാക്ഷിയായിട്ട് വിസ്തരിച്ച ഡോക്ടർ കന്ദസ്വാമിയാണത്. അദ്ദേഹം ഒരു ഫോറൻസിക് വിദഗ്ധനാണെന്നാണ് പറയപ്പെടുന്നത്. ഡോക്ടർ കന്ദസ്വാമിയെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം മനുഷ്യൻ്റെ ഒരു കോലമുണ്ടാക്കി കിണറ്റിലേക്ക് ഇട്ടിട്ട് അങ്ങനെ വീണാൽ മരിക്കുമോ ഇങ്ങനെ വീണാൽ കൊലപാതകമാകുമോ എന്ന് തീരുമാനിക്കുന്ന ഡമ്മി പരീക്ഷണമാണത്. ഈ ഡമ്മി പരീക്ഷണം ആദ്യമായി കേരളത്തിൽ നടത്തിയത് എനിക്ക് തോന്നുന്നു നമ്മുടെ പോളക്കുളത്ത് പീതാംബരൻ വധക്കേസിലാണത്. അത് നിരാകരിച്ചു. കാരണം ജീവനുള്ള ഒരു മനുഷ്യൻ വീഴുന്നതും കോലം വീഴുന്നതും തമ്മിൽ എപ്പോഴും വ്യത്യസ്തമായിരിക്കും, സ്വീകാര്യമല്ലത്. അത് അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർക്ക് ഉപയോഗിക്കാം, പക്ഷേ കോടതിയിൽ തെളിവായിട്ട് അത് ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് ഡോക്ടർ കന്ദസ്വാമി നടത്തിയ ഏക പരീക്ഷണം. ഈ ഡോക്ടർ കന്ദസ്വാമി അഭയയുടെ മൃതദേഹം കണ്ടിട്ട് പോലുമില്ല. അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞ് സിസ്റ്റർ അഭയ മരിക്കാൻ കാരണം രക്തസ്രാവം മൂലമാണത്, അത് ഹെമറേജ്. അങ്ങനെ തലയ്ക്ക് ഏറ്റ പരിക്കിൻ്റെ കാഠിന്യം മൂലം സിസ്റ്റർ അഭയയുടെ ബ്രെയിൻ മുഴുവനും രക്തം കൊണ്ട് നിറഞ്ഞു. അതിൻ്റെയും വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം കുടിച്ചതിൻ്റെയും കമ്പൈൻഡ് ഇഫക്റ്റാണ് സിസ്റ്റർ അഭയയുടെ മരണത്തിന് കാരണമെന്ന് കന്ദസ്വാമി പറഞ്ഞത്. കന്ദസ്വാമിയുടെ മൊഴി എന്ന് പറയുന്നത് അതിലെഴുതിയിരിക്കുന്ന പേപ്പറിൻ്റെ വില പോലും സത്യത്തിൽ നിയമത്തിൽ കൊടുക്കാൻ സാധിക്കുകയില്ലത്. കാരണം അത് മൃതദേഹം പോലും കാണാത്ത ഒരാളുടെ അഭിപ്രായമാണത്. സുപ്രീം കോടതി കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. മൃതദേഹം കണ്ട ഒരു ഡോക്ടറുടെ അഭിപ്രായവും മൃതദേഹം കാണാത്തവരുടെ ഡോക്ടറുടെ അഭിപ്രായവും തമ്മിൽ പൊരുത്തക്കേട് വരുമ്പോൾ മൃതദേഹം കണ്ട ഡോക്ടറുടെ മൊഴി വേണം സ്വീകരിക്കേണ്ടതെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ വിധിന്യായത്തിൽ സുപ്രീം കോടതിയുടെ ആ ജഡ്ജ്മെന്റ് യഥാർത്ഥത്തിൽ അവഗണിക്കപ്പെട്ടു. സിസ്റ്റർ അഭയയുടെ മരണകാരണം എന്താണെന്ന് കൃത്യമായിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ രാധാകൃഷ്ണൻ മാത്രമാണത്. ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് തലക്കേറ്റ പരിക്കേറ്റൊന്നുമല്ല, സിസ്റ്റർ വെള്ളം കുടിച്ച് മാത്രമാണ് മരിച്ചിട്ടുള്ളതെന്ന്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് സങ്കല്പിക്കാം. ഇവർ പറയുന്നത് പോലെ സിസ്റ്റർ അഭയയ്ക്ക് തലയ്ക്ക് ക്ഷതമേറ്റുവെന്നും ബോധക്ഷയമുണ്ടായെന്നും അങ്ങനെ വെള്ളത്തിലിട്ട് വെള്ളം കുടിച്ചും തലക്കേറ്റ ക്ഷതം മൂലവും മരിച്ചുവെന്ന് നമ്മൾ സങ്കല്പിക്കുക. വീണ്ടും നമ്മൾ സങ്കല്പമാണ് അവിടെ. അങ്ങനെ വരുമ്പോൾ ആരാണ് ഇത് ചെയ്തതെന്നാണ് അടുത്ത ചോദ്യം. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ് ആദ്യം ഇത് കൊലപാതകമാണെന്ന് തെളിയിക്കണം. കൊലപാതകമാണെന്ന് തെളിയിച്ചാൽ മാത്രമേ പ്രതികളാണോ ഇത് ചെയ്തതെന്ന് ചോദ്യത്തിന് പ്രസക്തിയുള്ളതെന്ന്. ഇവിടെ കൊലപാതകമാണെന്ന് തെളിയിക്കുന്നതിന് പ്രോസിക്യൂഷൻ അപ്പാടെ പരാജയപ്പെട്ടിരിക്കുന്നത്. എങ്കിലും അങ്ങനെ തെളിയിച്ചു എന്ന് നമ്മൾ സങ്കല്പിച്ചുകൊണ്ട്, വിധിന്യായത്തിൽ സങ്കല്പിച്ചിരിക്കുന്നത് പോലെ നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ഇതാരാണ് ചെയ്തതെന്നുള്ളതിന്, പ്രതികളാണോ ചെയ്തതെന്നുള്ളതിന് തെളിവുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. മുൻപിലേ ഞാൻ പറഞ്ഞു ഇതിൻ്റെ സംഭവ സ്ഥലം എവിടെയാണെന്ന് കുറ്റപത്രത്തിൽ കാണിച്ചിട്ടേയില്ല എന്ന്. എങ്കിലും നമുക്കൊരു കാര്യം അനുമാനിക്കാം, ഈ സംഭവം നടക്കുന്നത് ഹോസ്റ്റലിൻ്റെ അടുക്കള ഭാഗത്ത് വെച്ചാണ്. അത് ന്യായമായും മറ്റു പല കാര്യങ്ങൾ കൊണ്ടും നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ അടുക്കള ഭാഗത്ത് വെച്ചാണ് ഇത് സംഭവം നടന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ കൃത്യസ്ഥലം അടുക്കളയാണെന്ന്, ഹോസ്റ്റലിൻ്റെ അടുക്കളയാണെന്ന് നമ്മൾ അനുമാനിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇതിൻ്റെ അകത്ത് 2 പ്രതികളാണ് ഉള്ളത്. ഒന്നാം പ്രതി വൈദികനും 3-ാം പ്രതി കന്യാസ്ത്രീയും. 1-ാം പ്രതി വൈദികനെതിരായിട്ട് നിരത്തിയിരിക്കുന്ന CBI നിരത്തിയിരിക്കുന്ന തെളിവുകൾ 2ആണ്. ഒന്ന്, ഈ വൈദികനെ സംഭവത്തിൻ്റെ അന്ന് പുലർച്ചെ ഈ 5 നില കെട്ടിടത്തിൻ്റെ, ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ 5 ടെറസിൻ്റെ മുകളിൽ ഈ വൈദികനും മറ്റൊരു വൈദികനും കൂടെ കാണപ്പെട്ടു. 2ാമത് പറഞ്ഞിരിക്കുന്ന തെളിവെന്ന് പറയുന്നത് ഈ വൈദികൻ ചില കാര്യങ്ങൾ ഒരു സാക്ഷിയോട് സമ്മതിച്ചിരിക്കുന്നു. ഇത് 2 തെളിവുകൾ മാത്രമാണ് ഈ 1-ാം പ്രതി വൈദികനെതിരെ CBI നിരത്തിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഒന്നാമത്തെ തെളിവ് നമുക്ക് പരിശോധിക്കാം.
CBI ആദ്യം വിസ്തരിച്ചത് അച്ഛൻ്റെ സാന്നിധ്യം, വൈദികൻ്റെ ഒന്നാം പ്രതി വൈദികൻ്റെ സാന്നിധ്യം തെളിയിക്കുന്നതിന് വേണ്ടി ആദ്യം വിസ്തരിച്ചത് രണ്ടാം സാക്ഷി PW2 സഞ്ജു മാത്യുവിനെയാണത്. സഞ്ജു മാത്യു എന്ന് പറയുന്നത് ഈ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്ത് താമസക്കാരനാണത്. ഈ സഞ്ജു മാത്യുവിലൂടെ CBI തെളിയിക്കാൻ ശ്രമിച്ചത് രാത്രി 12-നും 12-നും ഇടയ്ക്ക് ഈ വൈദികനും മറ്റൊരു വൈദികനും കൂടെ സ്കൂട്ടറിൽ അവിടെ എത്തിയെന്നാണ്. സഞ്ജു പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന്. ആ അധ്യായം, ആ തെളിവ് അതോടെ അവസാനിച്ചിരിക്കുന്നു. വേറൊന്നും അതിൻ്റെ അകത്തില്ല. രണ്ടാമത് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ CBI വിസ്തരിച്ചിട്ടുള്ളത് PW3 അടക്ക രാജുവിനെയാണത്. അടക്ക രാജുവിനെ വിസ്തരിച്ചത് രാവിലെ 4-നും 4:30-നും ഇടയ്ക്ക് അടക്ക രാജു അടുത്ത പറമ്പിൽ എത്തി ഒരു കൊക്കോ മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ഈ ഒന്നാം പ്രതി വൈദികനും മറ്റൊരു വൈദികനും കൂടി 5 നില കെട്ടിടത്തിൻ്റെ ടെറസിൽ ടോർച്ചടിച്ച് നിൽക്കുന്നത് കണ്ടു. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കി. ഇത് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് PW3 അടക്ക രാജുവിനെ CBI വിസ്തരിച്ചത്. അപ്പോൾ നമ്മൾ അത് ശരിയാണെന്നങ്ങ് അനുമാനിക്കുക. ആദ്യം എല്ലാം നമ്മൾ സങ്കല്പിക്കുക, അനുമാനമല്ല സങ്കല്പിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ 5 നില കെട്ടിടത്തിൻ്റെ ടെറസിൽ നിന്നുകൊണ്ട് ഒരാൾ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ താഴെ കൊക്കോമരത്തിൻ്റെ പടർന്ന് പന്തലിച്ച് നടക്കുന്ന കൊക്കോമരമെന്ന കേസിൽ തെളിവിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചോട്ടിൽ പമ്മിയിരിക്കുന്ന ഒരാളെ കാണാൻ സാധിക്കുമോ? കാണാൻ സാധിക്കുകയില്ലത്. മറ്റൊന്ന് വിചാരിക്കുക, ഞാൻ പാതിരാത്തേക്ക് ഒരാളുടെ മുഖത്തേക്ക് ലൈറ്റ് അടിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്നെ കാണാൻ സാധിക്കുമോ? എനിക്ക് അയാളെ കാണാൻ സാധിക്കുമോ? ഒരിക്കലും ലൈറ്റ് അടിക്കുന്ന എന്നെ കാണാനായി സാധിക്കുകയില്ല. എനിക്ക് ആരുടെ മുഖത്തേക്ക് ലൈറ്റ് അടിക്കുന്നു അയാളെ കാണാൻ സാധിക്കും. ഈ സാമാന്യ ബുദ്ധി പോലും CBIക്ക് ഇതിൽ ഉണ്ടായില്ല എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യമാണത്. അപ്പോൾ ഇനി എന്താണ് അടക്ക രാജു മൊഴി കൊടുത്തിരിക്കുന്നത് നോക്കുക. കാരണം ഈ അടക്ക രാജു മൂന്നാം സാക്ഷി 12 വയസ്സ് മുതൽ മോഷണം നടത്തിയ ആളാണത്. ഇവിടെ ഈ സംഭവ ദിവസം അയാൾ ഈ ഹോസ്റ്റലിൽ വന്നതിൻ്റെ കാരണം തന്നെ മോഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഹീ ഈസ് ആൻ അക്കംപ്ലീഷ്ഡ് തീഫ്. അയാൾ ഒരു പെർഫെക്റ്റ് തീഫാണ്. അയാൾ ദശാബ്ദങ്ങളായി മോഷണം നടത്തുന്ന ഒരു വിദ്വാനാണ്. അയാളെ കോടതി പറഞ്ഞിരിക്കുന്നത് വിശുദ്ധനും വിശ്വസ്തനും സത്യസന്ധനുമായ ഒരു സാക്ഷിയാണെന്നാണത്. അത് ശരിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം, നമുക്ക് നോക്കാം. അപ്പോൾ പ്രോസിക്യൂഷൻ കേസ് എന്താണത്? ഒന്നാം പ്രതി വൈദികനും മറ്റൊരു വൈദികനും കൂടി 5 നിലക്കടത്തിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ലൈറ്റ് അടിക്കുന്നു. അങ്ങനെ ഈ അച്ഛനെ കണ്ടു എന്നാണത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വൈദികനെ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ഈ അടക്ക രാജു കണ്ടിട്ടുള്ളതായി കേസിൽ തെളിവില്ല. അങ്ങനെ ഈ വെളുപ്പിന് 4-4:30 ടോർച്ചടിക്കുന്ന ഈ വൈദികനെ ഈ മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയാൻ സാധിച്ചു? ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമാണത്. അത് നമ്മൾ തൽക്കാലം മറന്നു കളയുക. ഇനി എന്താണ് CBI കൊണ്ടുവന്നിട്ടുള്ള ഈ മൂന്നാം സാക്ഷി അടക്ക രാജു പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ നോക്കുക. ടെറസിൻ്റെ മുകളിൽ നിന്ന് കണ്ടെന്നാണ് പോലീസ് CBIയുടെ വേർഷൻ. ഇനി പറഞ്ഞിരിക്കുന്നു, ഞാൻ അടക്ക രാജുവിൻ്റെ മൊഴിയിലേക്ക് കിടക്കുകയാണത്. ഞാൻ 2 പേർ ടെറസിൽ നിൽക്കുന്നത് കണ്ടില്ല. എന്താ അടക്ക രാജു പറഞ്ഞത്? ടെറസിൽ 2 പേര് നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. ഇനി വീണ്ടും പറയുന്നത്, സ്റ്റെയർ കേസിലേക്ക് പോകാനായി ഒരുങ്ങുന്നതാണ് ഞാൻ കണ്ടത്, സമീപിക്കുന്നതാണ് ഞാൻ കണ്ടത്. സ്റ്റെയർ കേസ് എവിടെയാണ്? താഴെ. ടെറസ് എവിടെയാണ്? 5 നില കെട്ടിടത്തിൻ്റെ മുകളിൽ. CBI തെളിയിക്കാൻ ശ്രമിച്ചത് ടെറസിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നു. സാക്ഷി പറഞ്ഞിരിക്കുന്നത് സ്റ്റെയർ കേസിലാണ് ഞാൻ കണ്ടതെന്ന്. ഇനി അവിടെ നിന്ന് കാണാൻ പറ്റുമോ? നോക്കുക. ടെറസിൽ നിൽക്കുന്നവരെ കാണാൻ പറ്റില്ല. അപ്പൊ ടെറസിലാണ് ഇവർ നിന്നിരുന്നെങ്കിൽ, വൈദികർ നിന്നിരുന്നെങ്കിൽ ഇയാൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഒന്നാം പ്രതിക്കെതിരെ തെളിവാകുന്നത്? അപ്പോൾ ഒന്നാം പ്രതിയെ കണ്ടു എന്ന് പറയുന്നത് കളവാണ്. ഇനിയും നോക്കുക. അപ്പോൾ CBIയുടെ ഭാഷ്യം അവരുടെ തന്നെ സാക്ഷിയായ PW3 അടക്ക രാജു തള്ളിക്കളഞ്ഞു. ഈ തള്ളിക്കളഞ്ഞതിന് ശേഷം, എന്നിട്ടും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും വിധിന്യായത്തിൽ പറയുന്നത് അടക്ക രാജു ടെറസിൽ വെച്ച് ഈ വൈദികരെ നിൽക്കുന്നത് കണ്ടു എന്നാണത്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? അപ്പോൾ വിധിന്യായത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അടിസ്ഥാനമില്ലെന്ന് മാത്രമല്ല, സാക്ഷിയുടെ മൊഴിക്ക് വിരുദ്ധമായിട്ടാണ് ഫൈൻഡിങ് വന്നിരിക്കുന്നത്, കോടതിയുടെ കണ്ടെത്തൽ വന്നിരിക്കുന്നത്. ഇനി അടുത്ത പറമ്പിലെ കൊക്കോയുടെ ചോട്ടിൽ
വന്നപ്പോഴാണ് ഈ ലൈറ്റ് അടിക്കുന്നത് എവിടെ നിന്നും ആയിക്കോട്ടെ, ലൈറ്റ് അടിക്കുന്നത് കണ്ടു എന്ന് അടക്കാ രാജു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അടക്കാ രാജു ലൈറ്റ് അടിക്കുന്നത് കണ്ടപ്പോൾ മോഷ്ടിക്കാൻ വന്ന അടക്കാ രാജു എന്തു ചെയ്തു? അടക്കാ രാജു തന്നെ പറയുന്നത്, ടോർച്ച് അടിക്കുന്നത് കണ്ട് അപ്പോൾ തന്നെ ഞാൻ സ്ഥലം വിട്ടു മോഷ്ടിക്കാതെ. പ്രോസിക്യൂഷൻ തെളിയിക്കാൻ ശ്രമിച്ചത് എന്താണെന്ന് അറിയാമോ? അയാൾ അവിടെ പമ്മിയിരുന്ന് 5 മണി വരെ. അങ്ങനെ 5 മണി വരെ പമ്മിയിരുന്നാലല്ലേ അഭയെ സിസ്റ്റർമാർ അടിക്കുന്നത്, സിസ്റ്ററിനെ അടിക്കുന്നത്, വൈദികനും കന്യാസ്ത്രീയും കൂടെ അടിക്കുന്നത് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 5 മണി വരെ അയാൾ അവിടെ പമ്മിയിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ തെളിയിക്കാൻ ശ്രമിച്ചത്. അവസാന ഭാഗമായപ്പോൾ അടക്കാ രാജുവും പറഞ്ഞു ഞാൻ 5 മണി വരെ പമ്മിയിരുന്നെന്ന്. അയാൾ ആദ്യം പറഞ്ഞത് എന്താണത്? ടോർച്ച് അടിച്ചെന്നത് കണ്ടപ്പോൾ മോഷ്ടാവിനെ പിടിക്കാനായി വന്നതെന്ന് കരുതി ഞാൻ അപ്പോൾ തന്നെ സ്ഥലം വിട്ടു. അത് ന്യായമാണ്, അങ്ങനെ വിചാരിക്കാം. മോഷ്ടാവല്ലേ, അയാൾ പിന്നെ അവിടെ നിൽക്കുമോ? പക്ഷേ CBI അങ്ങനെയാണ് പറയുന്നത്. എന്നിട്ടും കോടതി പറയുന്നത് 3-ാം സാക്ഷി അടക്കാ രാജു ഹോസ്റ്റലിൽ കയറി ചെമ്പ് തകിട് മോഷ്ടിച്ചു കൊണ്ടുപോയി. നോക്കുക, അടക്കാ രാജു പറഞ്ഞിരിക്കുന്ന മൊഴി എന്താണത്? ആദ്യം പറഞ്ഞത് ഞാൻ മോഷ്ടിക്കാതെ അപ്പോൾ തന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ട് ടോർച്ച് അടിക്കുന്നത് കണ്ടപ്പോഴേക്ക്, കാരണം ഞാൻ മോഷ്ടാവാണ്, അവരും പിടിക്കും. രണ്ടാമത് പറഞ്ഞെന്താണ്? ഞാൻ 5 മണി വരെ പമ്മിയിരുന്നെന്ന്. അയാൾ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ അന്ന് ഒരു മോഷണവും നടത്തിയില്ല, കാരണം ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നത് കാരണം. എന്നാൽ കോടതിയുടെ കണ്ടെത്തൽ എന്താണത്? കോടതിയുടെ കണ്ടെത്തൽ പറയുന്നത് അടക്കാ രാജു അന്ന് ചെമ്പ് തകിട് മോഷ്ടിച്ചു, ഇതിൻ്റെ മുകളിൽ കയറി, 5 നില കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി. അപ്പോൾ മൊഴിക്ക് വിരുദ്ധമായിട്ടല്ലേ കോടതിയുടെ കണ്ടെത്തൽ? ഇതിനാരും ഉത്തരം പറയും? 5 മണി വരെ ഇവിടെ തങ്ങി എന്നാണ് പറയുന്നത് ഈ അടക്കാ രാജു. ഇതിന് ഉപോത്ബലകമായി ഇതിന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് 8-ാം സാക്ഷിയെ CBI വിസ്തരിച്ചത്. 8-ാം സാക്ഷി എന്ന് പറയുന്നത് ആക്രി കച്ചവടക്കാരനാണ്. ഈ ആക്രി കച്ചവടക്കാരന് കൊണ്ടുപോയി ഈ മോഷ്ടിച്ച തകിട് കൊടുത്തതെന്നാണ് പറയുന്നത്. അതിനാണ് CBI കൊണ്ടുവന്നിരിക്കുന്നത് ഈ സാക്ഷിയെ, ആക്രി കച്ചവടക്കാരൻ 8-ാം സാക്ഷിയത്. അപ്പോൾ 8-ാം സാക്ഷിയും പറഞ്ഞ് ഇയാൾ ചെമ്പ് തകിട് കൊണ്ടുവന്ന് തന്നത് പിറ്റേ ദിവസം. അപ്പോൾ മോഷ്ടിക്കാൻ വന്നവൻ പറയുന്നത് ഞാൻ മോഷ്ടിച്ചില്ല, എനിക്ക് മോഷ്ടിക്കാൻ പറ്റിയില്ല, ഞാൻ ഹോസ്റ്റലിൻ്റെ പ്രമീസസിൽ പോലും കയറിയില്ല. അയാൾ പറയുന്നു മതിൽ ചാടിയിരുന്ന എൻ്റെ കൈയും കാലും ഒടിയുമായിരുന്നു എന്നുവരെ പറഞ്ഞ് മൊഴി പറഞ്ഞ ഒരാളെ കൊണ്ട് ഒരാളുടെ കോടതി കണ്ടെത്തിയിരിക്കുന്നതാണ് അയാൾ 5 നില കെട്ടിടത്തിൻ്റെ ടെറസിൽ നേറി ചെമ്പ് തകിട് മോഷ്ടിച്ച് 8-ാം സാക്ഷിക്ക് വിറ്റു എന്നാണ് കണ്ടിരിക്കുന്നത്. എങ്ങനെ ഈ കാരണം നമുക്ക് ന്യായമാണെന്ന് കരുതാൻ സാധിക്കും? ഒന്നുമില്ല. എന്താണ്, എപ്പോഴാണ് ഈ അടക്കാ രാജു ഹോസ്റ്റലിൽ വന്നത്? അടക്കാ രാജു പറയുന്നുണ്ട് ഞാൻ വന്നത് 4-നും 4:30-ക്കും ഇടയ്ക്കാണ്, പ്രഭാതത്തിൽ, പുലർച്ചെ. കാരണം ആ സമയം എല്ലാവരും ഗാഠമായിട്ട് ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ 4-നും 4:30-ക്കും ഇടയ്ക്കാണ് ഇയാൾ വന്നിരിക്കുന്നത്. 5 മണി വരെ അവളെ പമ്മിയിരുന്നു എന്ന് വിചാരിക്കുക. കോടതിയുടെ കണ്ടെത്തൽ എന്താണെന്നോ? കോടതി പറഞ്ഞിരിക്കുന്നത് അടക്കാ രാജു 3-നും 3:30-ക്കും അവിടെ എത്തി. വിധിന്യായത്തിൻ്റെ 112-ാം പേജിൽ പറയുന്നു. അടക്കാ രാജു പറയുന്നത് ഞാൻ വന്നത് 4-നും 4:30-ക്കും ഇടയ്ക്കാണ്. കോടതി പറയുന്നല്ല അയാൾ 3-നും 3:30-ക്കും വന്ന് കിടന്നത്. ഇതാണ് അടക്കാ രാജുവിൻ്റെ മൊഴി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ CBI എന്തിനു വേണ്ടി ഇയാൾ വിസ്തരിച്ചോ അത് ഇയാൾ തള്ളി പറഞ്ഞു. അടക്കാ രാജു ആദ്യാവസാനം കളവ് പറഞ്ഞു. നമുക്കറിയാം, ഈ വിധി മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞ് വിധി മാത്രം വായിക്കുന്നവൻ വിധി ഏകപക്ഷീയമാണെങ്കിൽ അത് ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ലെന്ന്. ആ അപകടം ഇവിടെ പറ്റിയിരിക്കുന്നു. അടക്കാ രാജു ഇത്രയെല്ലാം മൊഴിക്ക് വിരുദ്ധമായി, കേസിന് വിരുദ്ധമായി അടക്കാ രാജു പറഞ്ഞു. ഈ അടക്കാ രാജുവിനെ ക്രോസ് എക്സാമിൻ ചെയ്തത്, ക്രോസ് വിസ്താരം നടത്തിയത് പ്രഗത്ഭനായ അഭിഭാഷകൻ, ക്രിമിനൽ അഭിഭാഷകൻ രാമൻ പിള്ളയാണ്. അതുപോലെ തന്നെ സമർത്ഥനായ ക്രിമിനൽ വക്കീൽ ജോസാണ് സിസ്റ്ററിന് വേണ്ടി ഹാജരായത്. ഇവർ രണ്ടുപേരും കൂടി പ്രോസിക്യൂഷൻ സാക്ഷികളെ സമൂലം പറിച്ചെറിഞ്ഞു, കശക്കിയെറിഞ്ഞു. എന്നിട്ടും കോടതി പറയുന്നു ഇവർ സത്യസന്ധരായ സാക്ഷികളാണ്, ക്രോസ് എക്സാമിനിൽ ഇവരെ ഒന്ന് കുലുക്കാൻ പോലും പറ്റിയില്ലെന്നാണ് പറയുന്നത്. സമൂലം കശക്കിയെറിഞ്ഞ ഈ സാക്ഷികളെ കുറിച്ച് ഈ പ്രഗത്ഭന്മാരായ അഡ്വക്കേറ്റിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് അവർക്കൊന്ന് കുലുക്കാൻ പോലും പറ്റിയില്ലെന്ന്. ഞാൻ വായിച്ചു കേൾപ്പിച്ച മൊഴി എങ്ങനെയാണത്? CBIയുടെ കേസിന് വിരുദ്ധമാണത്. CBIയുടെ മൊഴി ഭാഷ്യം ഇവർ തള്ളി പറഞ്ഞു. അത്രമാത്രം വിജയകരമായി ക്രോസ് എക്സാമിനേഷൻ നടത്തിയ അഡ്വക്കേറ്റ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്
അവർക്ക് ഈ സാക്ഷിയെ ഒന്ന് കുലുക്കാൻ പോലും പറ്റിയില്ല. അവരുടെ വിശ്വസനീയത ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന്, ഇളക്കാൻ പോലും സാധിച്ചില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എങ്ങനെ അത് സ്വീകാര്യമാകും? അപ്പോൾ വിധി എന്ന് പറയുന്നത് മൊഴിക്ക് വിരുദ്ധമാണത്. അപ്പോൾ മൂന്നാം സാക്ഷി അടയ്ക്കാൻ രാജുവിൻ്റെ മൊഴിയിൽ മാത്രമല്ല പൊരുത്തക്കേടുകളുള്ളത്, വൈരുദ്ധ്യമുള്ളത്. കോടതിയുടെ കണ്ടെത്തലുകളിലും വൈരുദ്ധ്യമുണ്ട്. കോടതി പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ വൈരുദ്ധ്യമുണ്ട്. എതിരായിട്ടാണ് യഥാർത്ഥത്തിൽ വിധിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കറിയാം, അപ്പോൾ അടയ്ക്കാൻ രാജു അച്ഛനെ കണ്ടു എന്ന് പറയുന്നത് കളവാണല്ലോ. അയാൾ തന്നെ പറഞ്ഞിരിക്കുന്നു ഞാൻ ഇരുന്നിടത്ത് നിന്നാൽ കാണാൻ പറ്റുകയില്ലെന്ന്. അയാൾ തന്നെ പറഞ്ഞിരിക്കുന്നു ഞാൻ അവിടെ മോഷ്ടിക്കാൻ പറ്റിയില്ല എന്ന്. അയാൾ തന്നെ പറഞ്ഞിരിക്കുന്നു എനിക്ക് ഉടനെ തന്നെ ടോർച്ച് കണ്ട ഉടനെ ഞാൻ സ്ഥലം വിട്ടു എന്ന്. അപ്പോൾ ഈ വൈദികനെതിരെ ഈ തെളിവ് ഇല്ല. ഈ തെളിവില്ല. അച്ഛൻ്റെ സാന്നിധ്യം അവിടെ തെളിയിച്ചിട്ടില്ല. അച്ഛൻ്റെ സാന്നിധ്യം അവിടെ തെളിയിച്ചു എന്ന് നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ ഈ കൊലപാതകവുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നത്? അച്ഛൻ ഇവിടെ സന്നിഹിതനായതുകൊണ്ട് അച്ഛനാണ് കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 160 പേര് ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്, ഹൈന്ദവരായിട്ടും ക്രിസ്ത്യാനികളായിട്ടും അല്ലാതെയും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 160 പേരും ഇവിടെ സന്നിഹിതരായിരുന്നില്ലേ? അവർക്കുമാകാൻ പാടില്ലേ കൊലപാതകം? ഏതായാലും CBI അത് പറഞ്ഞില്ല, 160 പേരെയും പ്രതികളാക്കിയില്ല. അങ്ങനെ ഒരു നല്ല കാര്യം CBI ചെയ്തു. ഇനി നമ്മൾ വിചാരിക്കുക, അടുത്ത സാക്ഷി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത വൈദികനെതിരെ നടത്തിയ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അടുത്ത തെളിവെന്ന് പറയുന്നത് കളർകോട് വേണുഗോപാൽ എന്ന് പറയുന്ന ആളോട് ഈ വൈദികൻ, ഒന്നാം പ്രതി വൈദികൻ ചില സമ്മതങ്ങൾ നടത്തി. കുറ്റസമ്മതമല്ലത്. ആ നടത്തിയ സമ്മതം എന്ന് പറയുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, അത് ആവർത്തിക്കാൻ ഞാൻ, സിസ്റ്റർ സഫിയും ഞാനും ഭാര്യാഭർത്താക്കന്മാരെ പോലെയാണ് കഴിഞ്ഞിരുന്നത് എന്നാണ് ഈ കളർകോട് വേണുഗോപാലിനോട് ഈ അച്ഛൻ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആരാണ് ഈ കളർകോട് വേണുഗോപാൽ? ഡിവൈൻ റിട്രീറ്റ് സെന്ററിലെ വൈദികരായിട്ട് ഒരു ക്രിമിനൽ കേസ് വന്നു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ആ കേസ് റദ്ദ് ചെയ്തു. ആ കേസ് റദ്ദ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കളർകോട് വേണുഗോപാൽ നേരെ ചാലക്കുടി മജിസ്ട്രേറ്റിന്റെ കോടതിയിൽ പോയി ഇതേ കാര്യത്തിനൊരു പരാതി കൊടുത്തു. ആ പരാതി മജിസ്ട്രേറ്റ് പറഞ്ഞ് നിലനിൽക്കില്ല, സുപ്രീം കോടതി തള്ളിക്കറഞ്ഞ കേസിൽ നിങ്ങൾക്ക് പരാതിയുമായിട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ കളർകോട് വേണുഗോപാൽ നേരെ ഹൈക്കോടതിയിൽ പോയി അനുകൂലമായ ഒരു വിധി കിട്ടി. ഈ അനുകൂലമായ വിധി കിട്ടിയ ഉടനെ മുരിങ്ങൂർ റിട്രീറ്റ് സെന്ററിലെ അച്ഛൻ നേരെ സുപ്രീം കോടതിയിലേക്ക് ചെന്നു. സുപ്രീം കോടതി വായിച്ചു നോക്കിയിട്ട് വാക്കാൽ ഒരു ഉത്തരവ് പറഞ്ഞു, ഈ ഹർജിക്കാരനോട് നാളെ കോടതിയിൽ ഹാജരാകാൻ പറയുക, അടുത്ത അവധിക്ക് കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ പറയുക. അപകടം മണത്തറിഞ്ഞ വേണുഗോപാൽ നിരുപാധികം ഹർജി പിൻവലിച്ചു. ഒരു പരിചയവുമില്ലാത്ത ഒരു വൈദികനെതിരെ വ്യാജ ഹർജി കൊടുത്തതിന് ശേഷം സുപ്രീം കോടതി പിടിക്കുമെന്ന് കണ്ടപ്പോൾ നിരുപാധികം പിൻവലിച്ചുകൊണ്ട് പോയ ഒരാളാണ് കളർകോട് വേണുഗോപാൽ എന്ന് പറയുന്നത്. ഇതൊക്കെ ചോദിച്ചു വരുത്തിയിട്ടുണ്ട് കേസിൽ, ഇതൊക്കെ ക്രോസ് എക്സാമിനേഷനിലുണ്ട്. പക്ഷേ ഇതൊന്നും വിധിന്യായത്തിൽ കാണുന്നില്ല. നമ്മൾ വിചാരിക്കുക, ഇത് വിധിന്യായത്തിൽ നമ്മൾ കാണുന്നില്ലത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമൂലം ഇവരെ കശക്കി എറിഞ്ഞെന്ന് പറഞ്ഞത് സാക്ഷികളെ, രാമൻപിള്ള വക്കീലും ജോസ് വക്കീലും കൂടി. പക്ഷേ അവർ ക്രോസ് എക്സാമിൻ പോലും ചെയ്തില്ലെന്ന് നമുക്ക് തോന്നിപ്പോവും വിധിന്യായം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് ഈ കളർകോട് വേണുഗോപാലിന് അച്ഛനെതിരെ പറഞ്ഞിരിക്കുന്നത്? അച്ഛനെ ഒന്ന് കാണുന്നതിന് വേണ്ടി ബിഷപ്പ് ഹൗസിൽ ചെന്നു. ബിഷപ്പ് ഹൗസിൽ വെച്ച് ഇവർ കൂടിക്കാഴ്ച നടത്തി, കോട്ടയം ബിഷപ്പ് ഹൗസിൽ വെച്ച്. എന്നിട്ട് അവിടെ വെച്ച് അച്ഛൻ പറഞ്ഞു, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഞാൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ആരെങ്കിലും വിശ്വസിക്കുമോ ഇത്? ബിഷപ്പ് ഹൗസിലെ ഇയാൾ എത്തി എന്നുള്ളതിന് ബിഷപ്പ് ഹൗസിൽ രേഖകളില്ലേ? ആരെങ്കിലും അവിടെ വിസ്തരിച്ചിട്ടുണ്ടോ? ആരെയും വിസ്തരിച്ചിട്ടില്ല. അപ്പോൾ ഈ ഏത് വൈദികനെതിരെയും, പരിചയമില്ലാത്ത വൈദികനെതിരെ പോലും കള്ളഹർജി കൊടുക്കാൻ തയ്യാറായ കളർകോട് വേണുഗോപാലിനെ കോടതി വിശ്വസിച്ചു. ഇതൊരു തെളിവായിട്ട് സ്വീകരിച്ചു. സാമാന്യ ബുദ്ധിമുള്ള ആർക്കെങ്കിലും ഇത് സ്വീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും സ്വീകരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഒന്നാം പ്രതി വൈദികനെതിരായിട്ട് ആദ്യത്തെ തെളിവ് പോയി, രണ്ടാമത്തെ തെളിവും പോയി. പിന്നെ എവിടെയാ തെളിവിരിക്കുന്നത്? ഈ രണ്ടാമത്തെ തെളിവ് അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും രണ്ടാമത്തെ തെളിവും കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല. കൊലപാതകം തെളിയിക്കുന്നതിന് യാതൊരു പ്രസക്തിയും അതിനില്ലത്. എന്നിട്ടും അതും കൂടെ സ്വീകരിച്ചുകൊണ്ടാണ് വൈദികനെ ഈ കൊലപാതകം നടത്തിയെന്ന് കോടതി സ്ഥാപിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ വിചാരിക്കുക, മൂന്നാം പ്രതിയിലേക്ക് വരിക. അപ്പോൾ ഒന്നാം പ്രതിയെ അകാരണമായിട്ടാണ് സത്യത്തിൽ ശിക്ഷിച്ചിരിക്കുന്നത്.
അകാരണമായിട്ട്. ഇനി നമ്മൾ മൂന്നാം പ്രതിയിലേക്ക് വരിക. മൂന്നാം പ്രതി കന്യാസ്ത്രീ. 3 തെളിവുകളാണ് ഈ കന്യാസ്ത്രീക്കെതിരെ നിരത്തിയിരിക്കുന്നത് പ്രോസിക്യൂഷൻ, CBI. ഒന്നാമത്തേതെന്ന് പറയുന്നത് സിസ്റ്റർ ഈ ഹോസ്റ്റലിൽ രാത്രിയിൽ ഒറ്റയ്ക്ക് സിസ്റ്ററിനെ കണ്ടു ഗ്രൗണ്ട് ഫ്ലോറിൽ. തെളിവിൽ വന്നിരിക്കുന്നത് എന്താണ്? ഈ സിസ്റ്റർ താമസിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ മുറിയിലാണ്. പിന്നെ അവിടെ അല്ലാതെ അവരെ എവിടെ കാണുന്നത്? സാക്ഷി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, 2 സാക്ഷികളാണ് പറഞ്ഞിരിക്കുന്നത്. സാക്ഷികൾ പറഞ്ഞിരിക്കുന്നു സിസ്റ്ററിനെ അത്താഴം കഴിക്കാൻ പോകുമ്പോൾ കണ്ടു. അത് എത്ര മണിക്കാണ്? രാത്രിയിൽ 9-നോ 9:30-ക്കോ മറ്റോ. വേറൊരു സാക്ഷി പറഞ്ഞിരിക്കുന്നത് കൃത്യം 10 മണിയായപ്പോൾ സിസ്റ്റർ മുറിയിലിരുന്ന് വായിക്കുന്നത് കണ്ടു. അപ്പോൾ സിസ്റ്ററിൻ്റെ മുറിയിലിരുന്ന് വായിച്ചു കഴിഞ്ഞാൽ ഈ കേസുമായിട്ട് എങ്ങനെ ബന്ധപ്പെടും? 4:30 വെളുപ്പിന് 4:30 നടന്ന സംഭവത്തിന് സിസ്റ്റർ എങ്ങനെ ഉത്തരവാദിയാകും? അപ്പോൾ ആ കാരണവും തെറ്റ്. സിസ്റ്ററിൻ്റെ സാന്നിധ്യം ഒരിക്കലും വിപരീത ഫലം ഉണ്ടാക്കാൻ പാടില്ലത്. രണ്ടാമത്തതാണ് സിസ്റ്റർ ചില സമ്മതങ്ങൾ നടത്തി. അത് ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അദ്ദേഹം പറഞ്ഞു, വിധിന്യായത്തിൽ പറഞ്ഞു, സിസ്റ്റർ ഒരു സമ്മതവും നടത്തിയിട്ടില്ല, ഇവർ പറയുന്ന സമ്മതം നടത്തിയിട്ടില്ല, എന്നാൽ അതുകൊണ്ട് നിർത്തിയാൽ മതിയായിരുന്നു വിധിന്യായത്തിൽ. എന്നാൽ വിധിന്യായത്തിൽ പറയുന്നു വേറെ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഒരു സ്ത്രീക്ക് അപമാനകരമായ അപഹാസ്യമായിട്ടുള്ള ചില പ്രസ്താവനകൾ ഈ വിധിന്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ക്രൂരതയല്ലേ അത്? യഥാർത്ഥത്തിൽ അതൊരിക്കലും ചെയ്യാമായിരുന്നില്ല, പ്രസക്തിയില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് ഏറ്റവും ഗുരുതരമായ, പൊതുജനത്തിൽ സിസ്റ്ററിനെ ഏറ്റവും അപഹാസ്യമാക്കി തീർത്തത്. അതാണ് ഹൈമെനോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഈ ഹൈമെനോപ്ലാസ്റ്റി പ്രൂവ് ചെയ്യാനായിട്ട് പ്രോസിക്യൂഷൻ 2 സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട്. ഒന്ന് ഡോക്ടർ രമ എന്ന് പറയുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ്റെ മേധാവിയായിരുന്നത്. രണ്ടാമത് ഡോക്ടർ ലളിതാംബിക കരുണാകരൻ, അവർ ഗൈനക്കോളജി വിഭാഗത്തിൻ്റെ മേധാവിയായിരുന്നു അതേ മെഡിക്കൽ കോളേജിൽ. ഇവരുടെ റിപ്പോർട്ടുകളും ഹാജരാക്കിയിട്ടുണ്ട്. 48-ഉം P48-ഉം P80-യുമായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് പറയുന്നത് ദ ഹൈമൻ ഈസ് ഇൻടാക്ട്. ഹൈമൻ ഇൻടാക്ട് ആണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇവർ പരിശോധിക്കുമ്പോൾ പോലും സിസ്റ്റർ കന്യകയായിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കോടതി പറഞ്ഞത് ഹൈമെനോപ്ലാസ്റ്റി ചെയ്തു എന്ന്? നമുക്ക് നോക്കാം അതിലേക്ക് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. നമ്മൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ വെർജിനിറ്റി ടെസ്റ്റ് കന്യാത്വം എന്ന് പറയുന്നത് കാടത്തമാണത്. സ്ത്രീത്വത്തെ അപമാനിക്കലാണത്. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് എതിരാണത്. ഇന്ത്യൻ ഭരണഘടനയുടെ 21-ാം വകുപ്പിന് എതിരാണത്. എന്നിട്ട് പോലും അത് നടത്തി. ഈ കേസുമായി യാതൊരു ബന്ധവും ഇല്ലാഞ്ഞിട്ട് പോലും. അങ്ങനെ വരുമ്പോൾ നമ്മൾ കാണുക, നമ്മൾ വിധിന്യായത്തിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ തേർഡ് അക്യൂസ്ഡ് സിസ്റ്റർ അണ്ടർവെന്റ് ഹൈമെനോപ്ലാസ്റ്റി. എവിടുന്ന് കിട്ടി ഇത് നമ്മൾ ഈ പറഞ്ഞ ഡോക്ടർ രമയുടെയും ഡോക്ടർ ലളിതാംബികയുടെയും മൊഴിയിൽ നിന്നാണെന്ന് നമ്മൾ വിചാരിക്കാൻ നമുക്ക് നോക്കാം ശരിയാണോ എന്നുള്ളത്. ഈ റിപ്പോർട്ടിൽ, ഇവരുടെ തെളിവിലും റിപ്പോർട്ടിലും പറഞ്ഞിരിക്കുന്നത് ഒരു സ്കാർ കണ്ടു എന്നാണ്. ഒരു പാട്, മുറിവ്, ഉണങ്ങിയ പാട് കണ്ടു എന്നാണ്. ഇതിൻ്റെ മുഴുപ്പ് ഒരിടത്തും പറഞ്ഞിട്ടില്ല, റിപ്പോർട്ടിലും ഇല്ല, മൊഴിയിലുമില്ലത്. അപ്പോൾ ഇതെന്ത് സ്കാറാണെന്ന് പറഞ്ഞിട്ടില്ലത്. ഈ രേഖയിൽ കാണിച്ചിരിക്കുന്നത് സർജറി എന്നെഴുതിയ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണത്? ഞങ്ങൾക്ക് ഉറപ്പില്ല, ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സ്കാർ ഉണ്ടായതെന്ന് എന്നാണ് ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അർത്ഥം. ഡോക്ടർ രമയോട് കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് സർജറി നടത്തിയോ എന്ന് പോലും അറിവില്ല, സർജറി നടത്തിയിട്ടുണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു പിന്നെ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഹൈമെനോപ്ലാസ്റ്റി നടന്ന് കാണാം. ആ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്ന എക്സിബിറ്റ് P48 റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് കുഡ് ബി ഡ്യൂ ടു ഹൈമെനോപ്ലാസ്റ്റി, സർജിക്കൽ ഇന്റർഫിയറൻസ്. അതാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, സർജിക്കൽ ഇന്റർഫിയറൻസ്. സർജറി പോലും നടന്നിട്ടെന്ന് ഉറപ്പില്ലാത്തവർ എങ്ങനെയാണ് ഹൈമെനോപ്ലാസ്റ്റി നടന്നിരിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് കുഡ് ബി ഡ്യൂ ടു
ഹൈമിനോപ്ലാസ്റ്റി എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷിൽ മലയാളത്തിലുള്ള അർത്ഥം എന്താണത്? റിമോട്ട് പോസിബിലിറ്റി, അല്ലെങ്കിൽ ഇറ്റ് മേ ബി എന്നാണ് പറയണ്ടേ. ഇറ്റ് ഈസ് നോ, ഇറ്റ് മേ ബി എന്നും അല്ല പറഞ്ഞിരിക്കുന്നത്, ആണ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ആയിരിക്കാമെന്നല്ല പറഞ്ഞത്, ആയിരുന്നേക്കാം. അതാണല്ലോ ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം. കുഡ് ബി എന്ന് പറയുമ്പോഴേക്ക് റിമോട്ട് പോസിബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അതും ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഇനി ഡോക്ടർ രമ പറഞ്ഞു എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയാൻ വയ്യ, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയാൻ വയ്യത്. ഇതറിയാവുന്നത് ഗൈനക്കോളജിസ്റ്റാണ്, അവർ കൈ കഴുകി. അപ്പോൾ ഡോക്ടറുടെ തെളിവിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഡോക്ടറുടെ തെളിവിന് യാതൊരു അർത്ഥവുമില്ല. ഡോക്ടർ പറഞ്ഞില്ല അങ്ങനെ. രമയുടെ ഡോക്ടർ ലളിതാംബികയുടെ അടുത്തേക്ക് വരുമ്പോൾ, കരുണാകരൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അവർ പറഞ്ഞ് ഇത് സ്കാർ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും, നഖക്ഷതം കൊണ്ട് പോലും ഉണ്ടാകുകയില്ല എന്ന് നിഷേധിക്കാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ സ്കാർ ഉണ്ടായത് എന്തുകൊണ്ടാണ്? നഖക്ഷതം മൂലം പോലും ഉണ്ടാകുകയില്ലെന്ന് എനിക്ക് നിഷേധിക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാകാമെന്ന് ഡോക്ടർ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഹൈമിനോപ്ലാസ്റ്റി ചെയ്തെന്ന്. ഡോക്ടറുടെ മൊഴി കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഹൈമിനോപ്ലാസ്റ്റി നടത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഡോക്ടർ ലളിതാംബിക കരുണാകരൻ്റെ തെളിവാണത്, മൊഴിയാണ് ഞാൻ പറയുന്നത്. ഹൈമിനോപ്ലാസ്റ്റി നടത്തിയെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. വി ഹാവ് നോട്ട് പോസിറ്റീവ്ലി സ്റ്റേറ്റഡ് ദാറ്റ് ഷീ അണ്ടർവെന്റ് ഹൈമിനോപ്ലാസ്റ്റി. അങ്ങനെ ഒരു തെളിവിൻ്റെ വെളിച്ചത്തിലാണ്, തെളിവുണ്ടായിട്ടുമാണ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് തേർഡ് അക്യൂസ്ഡ് കമ്മിറ്റഡ് അണ്ടർവെന്റ് ഹൈമിനോപ്ലാസ്റ്റി എന്ന് എഴുതിയിരിക്കുന്നത്. മൊഴിയെന്ത്, കണ്ടെത്തലെന്ത്, ഇത് രണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഡോക്ടർ രമയുടെ മൊഴി കൃത്യമായി. ഇനി ഈ ഡോക്ടർമാരെ വിസ്തരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? വിദഗ്ധർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. വിദഗ്ധർ എന്ന് പറയുന്നത് അവർക്ക് അഭിപ്രായം പറയാം, വേറെ ആർക്കും അഭിപ്രായം പറ്റില്ല. ഫോട്ടോഗ്രാഫറുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, വിദഗ്ധരാണെങ്കിൽ അവർക്ക് അഭിപ്രായം പറയാം, ഒരു സംശയവും വേണ്ട. സെക്ഷൻ 45 ഇന്ത്യൻ എവിഡൻസ് ആക്ട് അതിനകത്ത് പറയുന്നുണ്ട്. ആരാണ് വിദഗ്ധർ എന്നും പറയുന്നുണ്ട്. അവർ പറയുന്ന വിഷയത്തിൽ അവർക്ക് വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം. എങ്ങനെ? അവർക്ക് സ്കില്ലുണ്ടായിരിക്കണം. സ്കില്ലെന്ന് പറഞ്ഞാൽ എന്താണത്? അക്വയർഡ് എബിലിറ്റിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുഭവത്തിൻ്റെയും നിരീക്ഷണത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും വെളിച്ചത്തിൽ നമുക്ക് കിട്ടുന്ന അറിവാണ് നമ്മളെ സ്കിൽഡ് ആക്കി തീർക്കുന്നത്. അതാണ് അതിൻ്റെ എക്സ്പേർട്ടിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ഡോക്ടർ രമ ആരായിരുന്നു? ഡോക്ടർ രമ പറഞ്ഞ് എനിക്ക് ഈ സർജറിയുടെ പേര് പോലും അറിയില്ലെന്ന്. ഡോക്ടർ രമ പറഞ്ഞിരിക്കുന്നത് എനിക്ക് സർജറിയുടെ പേര് പോലും അറിയില്ലെന്നാണ്. അവരെങ്ങനെ വിദഗ്ധയാകും? അവരുടെ അഭിപ്രായം കോടതി സ്വീകരിക്കാമായിരുന്നോ? രേഖപ്പെടുത്താൻ പോലും വയ്യായിരുന്നത്. കാരണം ഇങ്ങനെയുള്ള ഒരു കേസിൽ ആദ്യം എന്ത് ചെയ്യണം? വൈദഗ്ധ്യമുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ അഭിപ്രായം പറയാൻ അനുവദിക്കാമായിരുന്നുള്ളൂ. അതുപോലും ഇവിടെ ചെയ്തില്ലത്. അപ്പോൾ ഡോക്ടർ രമ വൈദഗ്ധ്യമില്ലെന്ന് പറയാനുള്ള എളിമ കാണിച്ചു. എങ്കിലും അവർ ഈ റിപ്പോർട്ടിൽ ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും അവർ ഈ റിപ്പോർട്ടിൽ ഒപ്പിട്ട് കൊടുത്തു എന്ന് നമ്മൾ വിചാരിക്കുക. രണ്ടാമത് ഡോക്ടർ ലളിതാംബിക കരുണാകരനാണ്. അവരെന്ത് പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം. അവർ വൈദഗ്ധ്യം അവർക്കുണ്ടായിരുന്നോ? അവർ പറഞ്ഞ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണത്: ഹൈമിനോപ്ലാസ്റ്റി ഈ വിഷയം ഞങ്ങൾ കോളേജിൽ പഠിപ്പിക്കുന്നില്ല. ഞാൻ ഒരു കാലത്തും ഇത് കണ്ടിട്ടില്ല, ചെയ്തിട്ടില്ല. ഇത് ചെയ്യുന്നത് പ്ലാസ്റ്റിക് സർജൻസ് ആണ്. അത് അപ്പോൾ ഇവരൊരു കാലത്തും പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ലാത്ത ഹൈമിനോപ്ലാസ്റ്റി ചെയ്തിരിക്കാമെന്നിവരെഴുതുന്നതിൻ്റെ ഔചിത്യം എന്താണത്? ഈ സാക്ഷി കടുങ്കൈയാണ് ചെയ്തത്. ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഇവരെഴുതിയതെന്ന് സ്ത്രീയായി ഇവർ ആലോചിക്കേണ്ടതായിരുന്നത്. അവർ അതുപോലും ആലോചിക്കുകയാണ് ഇറ്റ് കുഡ് ബി ഡ്യൂ ടു ഹൈമിനോപ്ലാസ്റ്റി എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ തെളിവിൽ ഇവർക്ക് യാതൊരു വൈദഗ്ധ്യവുമില്ലെന്ന് ഇവർ സ്വയം തെളിയിച്ചു. എന്നിട്ടും വിധിന്യായത്തിൽ എഴുതി ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ തേർഡ് അക്യൂസ്ഡ് അണ്ടർവെന്റ് ഹൈമിനോപ്ലാസ്റ്റി എന്ന്. അപ്പോൾ യാതൊരു അടിസ്ഥാനവും അതിനില്ല എന്ന് നമുക്ക്. അപ്പോൾ സിസ്റ്ററിനെതിരെ 3 തെളിവുകളും നിലനിൽക്കുകയില്ല. സിസ്റ്ററിനെതിരായിട്ടുള്ള 3 തെളിവുകളും നിലനിൽക്കുകയില്ല. ഈ 3 തെളിവും നിലനിൽക്കുന്നു കരുതിയാൽ പോലും കൊലപാതകവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. കൊലപാതകം എങ്ങനെ തെളിയിക്കും? ഈ 3 കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റുകയില്ല. നമ്മൾ ഒരു കാര്യം ഓർക്കുക, ഇതല്ലാതെ മറ്റനേകം കാര്യങ്ങൾ നമുക്ക് ഈ കേസിൽ വൈരുദ്ധ്യം നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിവിടെ പരാമർശിക്കാനും സാധിക്കുകയില്ലത്. ഈ വിചാരണയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ 21-ാം വകുപ്പ് നിർദാക്ഷിണ്യം ലംഘിക്കപ്പെട്ടു.
ക്രിമിനൽ നടപടി നിയമത്തിൻ്റെ പ്രസക്തമായ എല്ലാ വകുപ്പുകളും പ്രത്യേകിച്ച് സെക്ഷൻ 162 ലംഘിക്കപ്പെട്ടു. വിസ്തരിക്കാത്ത സാക്ഷിയുടെ മൊഴി, പോലീസിന് കൊടുത്ത മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുഴുവനായും രേഖപ്പെടുത്തി തെളിവിൻ്റെ ഭാഗമാക്കി. ഇന്ത്യൻ തെളിവ് നിയമത്തിൻ്റെ സെക്ഷൻ 18, 19, 21, അതുകൂടാതെ 45, 47, 145, 157 ഈ വകുപ്പുകളെല്ലാം യാതൊരു തടസ്സവും കൂടാതെ ലംഘിക്കപ്പെട്ടു. അങ്ങനെയാണ് ഇതിന് വിചാരണ നടത്തിയത്. അപ്പോൾ ഫെയർ ട്രയൽ ഉണ്ടായിരുന്നു. ഞാൻ തുടക്കത്തിലേ പറഞ്ഞ് ബഹുമാന്യനായ പ്രോസിക്യൂട്ടർ കുറ്റപത്രം പോലും വായിക്കാതെയാണ് വിചാരണ നടത്തിയത്. കുറ്റപത്രത്തിൽ ഇങ്ങനെയൊരു ഒമിഷൻ ഉണ്ടെന്ന്, കൊലപാതകമാണെന്ന് പോലും പറഞ്ഞിട്ടില്ല എന്ന്, പ്രതികൾ കൊലപാതകം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും തിരിച്ചറിയാനായിട്ട് ഇതിൻ്റെ അകത്തെ പ്രോസിക്യൂട്ടർക്ക് സാധിച്ചില്ല എന്നുള്ളത് ദയനീയമാണത്. ഇനി ഈ സാക്ഷികളെ, പ്രോസിക്യൂഷൻ സാക്ഷികളെ വിസ്തരിക്കുമ്പോൾ പ്രതിഭാഗം അഭിഭാഷകർ ഏതാണ്ട് 30ഓളം തടസ്സങ്ങൾ ഉന്നയിച്ച് ചോദ്യം ചോദിക്കുന്നതിൽ, ഈ 30ഓളം തടസ്സങ്ങൾ കോടതി എന്നിട്ടും ആ ചോദ്യങ്ങൾ അനുവദിച്ചു ഉത്തരം രേഖപ്പെടുത്താൻ പാടില്ലായിരുന്നു. അത് രേഖപ്പെടുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ? ഇതിൻ്റെ അഡ്മിസിബിലിറ്റി, സ്വീകാര്യത നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഒരൊറ്റ ചോദ്യം പോലും അദ്ദേഹം സസ്റ്റെയിൻ ചെയ്തില്ല, തടസ്സം സമ്മതിച്ചില്ല. എന്നിട്ടോ ഈ ഒരൊറ്റ ചോദ്യത്തിനും ഒരു ഉത്തരം ഈ വിധിന്യായത്തിൽ ഒരിടത്തുമില്ല. ഒരിടത്ത് പോലും ഇതിന് തീരുമാനം അദ്ദേഹം എഴുതിയിട്ടില്ല. ഈ 30ഓളം ചോദ്യങ്ങളുള്ളത്. അപ്പോൾ എവിടെ പോയി നമ്മുടെ വിധിന്യായം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് അവസാനിപ്പിക്കാം. 1, പ്രതികൾ സിസ്റ്റർ അഭയെ കൊല ചെയ്തു എന്ന് കുറ്റപത്രത്തിൽ ഇല്ല. അങ്ങനെ ഉണ്ടെന്നുള്ളത് സങ്കല്പം മാത്രം. പ്രതികൾ സിസ്റ്റർ അഭയെ കൊലപ്പെടുത്തി എന്ന് ചോദിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെന്നുള്ളത് സങ്കല്പം മാത്രം. സിസ്റ്റർ അഭയുടെ മരണം കൊലപാതകമാണെന്ന് യഥാർത്ഥത്തിൽ വിധിയിൽ കാരണസഹിതം പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് സങ്കല്പം മാത്രം. ഒന്നാം പ്രതിയെ മൂന്നാം സാക്ഷി അടക്ക രാജു സംഭവ സ്ഥലത്ത് കണ്ടു എന്നതിന് തെളിവില്ലെന്ന് മാത്രമല്ല, വിരുദ്ധമായിട്ടാണ് തെളിവ്. കണ്ടു എന്നുള്ളത് സങ്കല്പം മാത്രം. മൂന്നാം പ്രതി കന്യാചർമ്മം വച്ചുപിടിപ്പിച്ചു എന്നുള്ളതിന് യാതൊരു അടിസ്ഥാനവും തെളിവിലില്ല. വെച്ചുപിടിപ്പിച്ചു എന്നുള്ളത് സങ്കല്പം മാത്രം. അങ്ങനെ സങ്കല്പങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ ഒരു വിധിന്യായമാണത്. അങ്ങനെയുള്ള ഒരു വിധിന്യായത്തിൻ്റെ ബലത്തിലാണ് ഈ 2 പ്രതികളും കൊലപാതകം നടത്തിയെന്നും അവർ ജീവപര്യന്തം തടവിന് അർഹരാണെന്നും കോടതി വിധിച്ചത്. ഒരു കാര്യം കൂടെ നമ്മൾ പറയുക. കോടതിക്ക് സത്യത്തിൽ ഈ 10-30 ചോദ്യങ്ങൾ അഭിഭാഷകർ ചോദിച്ചപ്പോൾ അതിൻ്റെ തീരുമാനമെടുക്കുന്നതിന് സമയം കണ്ടെത്താനായില്ലത്. പക്ഷേ വേറൊരു കാര്യത്തിന് സമയം കണ്ടെത്തി. ഈ കോടതിയിൽ വരാത്തവർ, വിചാരണ ചെയ്യപ്പെടാത്തവർ, സാക്ഷിയാകാത്തവർ, അവരെക്കുറിച്ച് ഈ കോടതിയിൽ ചില പരാമർശങ്ങൾ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ടത് കോടതി കണ്ടിട്ട് പോലുമില്ല. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമുണ്ട്. അവരെ വിമർശിച്ചിരിക്കുന്നത്. ഒരു വിധിന്യായത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഒന്നിച്ചു കൂട്ടി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയോ? അവർ തെമ്മാടികളാണെന്ന്. റോക്സ്. ഇതാണ് ഒരു വിധിന്യായത്തിൽ ഈ വിധിന്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ ഒരു വാക്കാരും ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. എന്തെങ്കിലും ആകട്ടെ. അപ്പോൾ അവസാനമായിട്ട് ഒരൊറ്റ കാര്യം മാത്രം. അടക്ക രാജുവിൻ്റെ സമ്മതം അനുസരിച്ചും CBIയുടെ കേസനുസരിച്ചും സംഭവം നടക്കുന്ന സമയം, ഈ സംഭവ സമയത്തിന് തൊട്ടു ചേർന്ന് ഉണ്ടായിരുന്ന ഏക മനുഷ്യൻ അടക്ക രാജു പറഞ്ഞു, ഞാൻ 5 മണി വരെ അവിടെ പമ്മിയിരുന്നെന്ന്. പ്രോസിക്യൂഷൻ അനുസരിച്ച്, കുറ്റപത്രം അനുസരിച്ച് സംഭവം നടക്കുന്നത് 4:15-നും 5-നും ഇടയ്ക്ക്. 5 മണിക്ക് സൈറൻ കയറ്റപ്പോഴാണ് ഞാൻ സ്ഥലം വിട്ടതെന്ന് അടക്ക രാജു പിന്നീട് പറഞ്ഞത്. അപ്പോൾ സംഭവം നടക്കുമ്പോൾ അടക്ക രാജു അവിടെയുണ്ട്. അത് തന്നെയാണ് ആരുടെ കേസ്? CBIയുടെ കേസും. അപ്പോൾ CBIയുടെ കേസനുസരിച്ചും അടക്ക രാജുവിൻ്റെ കേസനുസരിച്ചും സംഭവം നടക്കുന്ന സമയം തൊട്ടു ചേർന്ന് ആരുണ്ട്? അടക്ക രാജു ഉണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അടക്ക രാജു എങ്ങനെ ഈ സംഭവം അറിയാതിരിക്കും? അടക്ക രാജുവിന് നേരിട്ടറിയാം. അടക്ക രാജു കോടതിയിൽ സത്യം പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ആദ്യാവസാനം അയാൾ കളവ് പറഞ്ഞു. അയാൾ മോഷണം നടത്തുന്ന ആൾ മാത്രമല്ല, കളവ് പറയുന്ന ആൾ കൂടിയാണ്. കൃത്യമായി ആദ്യാവസാനം അയാൾ കളവാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനുത്തരം CBI ഇനിയും പറയേണ്ടി വരും.
CBI ഇനിയും പറയണം, ഈ കൃത്യസമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഏക മനുഷ്യൻ ഈ അടക്കാരാജുവാണെന്ന് പ്രോസിക്യൂഷനും അടക്കാരാജുവും സമ്മതിക്കുമ്പോൾ എങ്ങനെ ഇയാൾ സത്യം പറഞ്ഞില്ല, എന്തുകൊണ്ട് ഇയാൾ ആദ്യാവസാനം കളവ് പറഞ്ഞു എന്നുള്ളതിൻ്റെ ഉത്തരം CBI പറയേണ്ടി വരും ഇന്നില്ലെങ്കിൽ നാളെ. അതിന് യാതൊരു സംശയവും വേണ്ട. അവസാനമായി ഒരൊറ്റ വാക്ക്, കൃത്രിമമായി ഉണ്ടാക്കിയ കേസ്, കളവായി ഉണ്ടാക്കിയ തെളിവ്, തെറ്റായി എഴുതിയ വിധി, ഇതാണ് സിസ്റ്റർ അഭയയുടെ കൊലപാതകവുമായി എന്ന് പറയുന്ന കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ വിശകലനത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. കൃത്രിമമായ കേസ്, കളവായ തെളിവ്, തെറ്റായ വിധി.